പഴുത്ത പഴം ഇനി ആരും കളയരുത് കേട്ടോ. ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു 1.5 കപ്പോളം ശർക്കര 1 കപ്പ് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ചീകി എടുത്താലും കുഴപ്പമില്ല. അപ്പോൾ ഇതായി വരുമ്പോഴേക്കും ഞാൻ 1 കപ്പ് കടലപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. നന്നായി കഴുകിയെടുത്തതിന് ശേഷം നമുക്കിതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് വേകാൻ ആവശ്യമായിട്ടുള്ള 1 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു 2 വിസിലൊന്ന് വരുന്നവരെ വെയിറ്റ് ചെയ്യാം കേട്ടോ. അതിനോടൊപ്പം തന്നെ നമ്മുടെ ശർക്കരയൊക്കെ നന്നായിട്ട് മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. ഈ കടല പരിപ്പ് അധികം വെന്ത് ഉടയരുത്, ഒരു ചെറിയൊരു വേഗേ പാടുള്ളൂ. അപ്പോൾ അത് വിസിലൊക്കെ പോയതിന് ശേഷം നമ്മളൊന്ന് ചൂടാറിയിട്ട് തുറന്ന് നോക്കിയിട്ടുണ്ട്. അത്യാവശ്യം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. എന്നാൽ ഉടഞ്ഞു പോയിട്ടില്ല. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഞാനിവിടെ ഒരു 3 പഴം എടുത്തിട്ടുണ്ട്. വളരെ പഴുത്ത് പോയിട്ടുള്ള പഴമാണ് കേട്ടോ. ഇത് നമുക്ക് പഴംപൊരിയൊക്കെ ഉണ്ടാക്കാൻ പാകത്തിനുള്ളതാണ്. അപ്പോൾ ഇത്രയും പഴുപ്പ് കൂടിയ പഴം കൊണ്ട് നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. ഒത്തിരി ഐറ്റംസൊക്കെ നമുക്ക് പഴം വെച്ച് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഞാനിപ്പോൾ ഇവിടെ വളരെ വെറൈറ്റി ആയിട്ടാണ് ചെയ്തെടുക്കുന്നത്. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ ഞാനിത് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതൊരു കടായിലേക്ക് ഇട്ട് കൊടുക്കണം. ഒരു 3 സ്പൂണോളം നെയ്യും കൂടെ ഇതിൻ്റെ കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം സ്റ്റൗവിൽ വെച്ച് മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ഇതിനൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കളറൊക്കെ മാറി വരുന്നുണ്ടോ. നന്നായിട്ട് വെന്ത് വരണം. നെയ്യും പഴവും കൂടി ഇങ്ങനെ വെന്ത് വരുന്ന ഈ ഒരു സമയത്ത് ശർക്കര ഒഴിച്ചു കൊടുക്കണേ. ഇനി ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം. ഈ പഴത്തിലൊക്കെ ശർക്കരയുടെ ആ മധുരമൊക്കെ നല്ലോണം പിടിച്ച് വരണം കേട്ടോ. ഒരു 2-3 മിനിറ്റിന് ശേഷം നമുക്ക് എടുത്ത് മാറ്റി വെച്ചിട്ടുള്ള കടലപ്പരിപ്പും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കടലപ്പരിപ്പ് മധുരത്തിൻ്റെ കൂടെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ വേവില്ല കേട്ടോ. ഒരു നുള്ളു ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഒരു 4 ഏലക്കായും ഒരു 1/4 സ്പൂണോളം ജീരകം കൂടെ ഒന്ന് പൊടിച്ചെടുക്കാം. അത് പൊടിച്ചെടുക്കുമ്പോഴേക്കും നമ്മൾ നേരത്തെ ഈ കടലപ്പരിപ്പ് പഴം കൂട്ട് നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിങ്ങനെ വറ്റി വരണം. ഈ ഒരു സമയത്ത് നമുക്ക് പൊടിച്ചു വെച്ചിട്ടുള്ള ഈ ഏലക്കയും ജീരകം കൂടെ ചേർത്ത് കൊടുക്കാം. നല്ലോണം ഒന്ന് ഇതുപോലെ ഉരുട്ടിയെടുക്കണം. ഇങ്ങനെ ചക്കയൊക്കെ വരട്ടിയെടുക്കുന്ന പോലെയൊക്കെ ആയി വരും കേട്ടോ. അതിങ്ങനെ വിട്ട് വരും. വേണമെന്നുണ്ടെങ്കിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് വെച്ചതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുത്ത് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം കേട്ടോ. അപ്പോൾ ഒന്നും കൂടി ഒന്ന് ഡ്രൈ ആയി വരും. ഇതിൻ്റെ കളറൊക്കെ മാറും. എന്നിട്ട് നമ്മൾ ഒരു പ്ലേറ്റിൽ ഇതുപോലെ ഒന്നിങ്ങനെ കമഴ്ത്തി വെച്ച് കൊടുക്കുക. നല്ല ഷേപ്പോട് കൂടി കിട്ടും. വളരെ ടേസ്റ്റിയാണ് കേട്ടോ. ശരിക്കും പഴം കടലപ്പരിപ്പ് ഹൽവ എന്നൊക്കെ പറയാം. നല്ല ടേസ്റ്റാണ്. ഇതിങ്ങനെ അതിൻ്റെ ഇടയിലൊക്കെ ഈ ഒരു കടലപ്പരിപ്പ് ഇങ്ങനെ കടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കണേ. വളരെ ഈസി റെസിപ്പിയാണ്.